അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇറയിലെ ചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞ് ബാംഗ്ലൂർ വരെ പോകാവുന്നു. പുള്ളിക്ക് വയ്യാണ്ടായിപ്പോയി, പനിയായി. പുള്ളി പോകേണ്ട ഒരു ഇതായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. അതുവരെ എന്നോട് പോകാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇതേപ്പോൾ അടൂർ വന്നിരിക്കുക. ബസ് ബുക്ക് ചെയ്തു, ബസ്സിൽ പോകണമെങ്കിൽ അടൂർ ഗാന്ധി പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പം നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. സോ ഇപ്പോൾ വഴിയിലെവിടെയാണ്, തമിഴ്നാട്ടിലെവിടെയോ ഞങ്ങൾക്കും റെസ്റ്റ് റൂമിൽ പോകാനായിട്ട് നിർത്തിയതാണ്. റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് പോയി തിരിച്ച് കയറി ഇരിക്കുക. ഉറങ്ങിയിട്ടില്ലേ? ആദ്യത്തെ എക്സ്പീരിയൻസ് ഈ സ്ലീപ്പറിനകത്ത് അത് നല്ലപോലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അത് ഏറ്റവും പുറകിൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടി. ഇപ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അങ്ങെത്തും, കലാശപാളയം എത്തും. അവിടെ നിന്ന് മെട്രോ എടുത്തിട്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എൻ്റെ ആഗ്രഹം ബസ് ഇറങ്ങി കൈലാസപാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി ഇപ്പം മെട്രോയിലൂടെ സൗണ്ടൊക്കെയാണ്. അപ്പോൾ ഇനി നേരെ പോകുന്നത് യശ്വന്ത്പൂരിലാണ്. അവിടെ ഇറങ്ങിയിട്ട് സിവിച്ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ സിവിച്ചേട്ടൻ്റെ റൂമിലേക്കുള്ള വഴി പറഞ്ഞു തരാം. പിന്നെ അവിടെ പോയി ഫ്രഷ് ആയിട്ട് നേരെ ഇനി പ്രകാശിലേക്ക് പോകും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി നമ്മൾ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് വന്നിട്ട് അവിടെ ഇപ്പോൾ സിവിഞ്ചി എന്നെ വരവേൽക്കാനായി വന്ന സിവിഞ്ചി. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാം. നമ്മൾ റൂമിലെത്തി ഫ്രഷായി. ഇനി നേരെ കണ്ണപ്പയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.